മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ല. ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് കാണുമല്ലോ. 100 കോടിന് വലിയ എമൗണ്ട് സ്വരൂപിക്കാൻ നമ്മുടെ ഗവൺമെന്റിനെ കൊണ്ട് സാധിച്ചില്ലായിരുന്നു, അതുകൊണ്ട് മെസ്സി വരുന്നില്ല. ഇത്രയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അർജന്റീന ടീം കേരളത്തിലേക്ക് വരാത്തത്? ഈ കേരളം എന്ന സംസ്ഥാനത്ത് എന്തെങ്കിലും തുടങ്ങി വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ മുമ്പോട്ട് കൊണ്ടുപോകാനോ അത് സസ്റ്റൈനബിൾ ആയിട്ട് നയിച്ചുകൊണ്ട് പോകാനോ ആരുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിലില്ല. കണ്ണൂർ സ്പോർട്സ് ഹോസ്റ്റലിൽ ഫുഡ് പോയിസൺ വന്നതും ജൂനിയർ അത്ലറ്റിക് മീറ്റ് നടത്താൻ പറ്റാത്തതൊക്കെ ഈ ഗവൺമെന്റിന്റെ ഒരു പോരായ്മ തന്നെയായിരുന്നു. 60 ലക്ഷം രൂപ അന്ന് ഒപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ലായിരുന്നു ഈ ഒരു അത്ലറ്റിക് മീറ്റ് നടത്താൻ വേണ്ടി. സെയിം ടൈമിലായിരുന്നു നമ്മൾ അവിടെ 100 കോടിക്ക് മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു വാഗ്ദാനം നമ്മുടെ ഓഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 60 ലക്ഷം ഒപ്പിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് എങ്ങനെയാണ് 100 കോടി ഒപ്പിക്കുന്ന ചോദ്യം അന്നേ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നത് എന്നാ പറയണ്ടേ, ആരും അധികം മൈൻഡ് ചെയ്തില്ല. ട്രസ്റ്റ് ഗവൺമെന്റ് എന്നൊരു പേരിൽ ആ സംഭവം ഒന്നും മാറി നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കുകയാണ്, മെസ്സി വരത്തില്ല. 100 കോടി എന്നൊരു സംഭവം കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ കുറെ പേർ മനസ്സിൽ കാണും, എന്തിനാണ് 100 കോടി, മെസ്സി വരുന്നതിന് 100 കോടിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളത്. 100 കോടിയിൽ 70 കോടി എന്നുള്ളതാണ് അവർക്ക് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ അർജന്റീന ടീമിന് നമ്മൾ കൊടുക്കേണ്ട ഒരു എമൗണ്ട് എന്നുള്ളത്. ബാക്കി 30 കോടിക്ക് ഗ്രൗണ്ട് അതുപോലെ ബാക്കി ഫെസിലിറ്റീസും സംഭവങ്ങളൊക്കെ ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2013 തുടങ്ങിയ ഇഷ്യൂ 2025 തീർന്നിട്ടില്ല. അപ്പോഴാണ് വെറും ഒരു വർഷം കൊണ്ട് ഇത്രയും ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഇത്രത്തോളം അഡ്വാൻസ് ഒരു സ്റ്റേഡിയം പണിയൊന്നും, അതും കേരളത്തില്. അന്നേ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു കളയേണ്ട കാര്യം തന്നെയായിരുന്നു. ബട്ട് എനിക്ക് എവിടെയോ എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ചിലപ്പോൾ നടക്കും എന്നുള്ളത്. എന്ത് കാര്യത്തിലും അതങ്ങ് തീർന്നു കിട്ടി.